ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2ലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പറ്റിയുള്ളതാണ്. അഗസ്ത്യ മഹർഷി ശിഷ്യഗണങ്ങളോടുകൂടി കാവേരി സ്നാനത്തിന് പോകുന്ന അവസരത്തിൽ ശ്വേതൻ, നീലൻ എന്നീ രണ്ടു രാക്ഷസന്മാർ അദ്ദേഹത്തെ അപമാനിക്കുകയും കോപാകുലനായ മുനി അവരെ അധപ്പതിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. രാക്ഷസന്മാർ ശാപമോചനത്തിന് അപേക്ഷിച്ചപ്പോൾ മുനി നീലനെ ഇന്ന് നീലേശ്വരം എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള തളിയിൽ ക്ഷേത്രത്തിലും ശ്വേതനെ തിരുവങ്ങാട്ടുള്ള ശിവക്ഷേത്രത്തിലും ചെന്ന് ഭജിക്കുവാൻ ഉപദേശിക്കുകയും ഇങ്ങനെ തുടർച്ചയായി 3 കൊല്ലം ഭജിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് ശ്വേതൻ തിരുവങ്ങാട്ടുള്ള ഇപ്പോൾ വടക്കേടം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലും നീലൻ നീലേശ്വരത്തെ തളി ക്ഷേത്രത്തിലും ഭജനം നടത്തി. ശ്വേതൻ ഭജിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ തിരുവങ്ങാട് ദേശം വൻ കാടായിരുന്നുവെന്നും തന്മൂലം തിരുവൻകാട് എന്ന് പറഞ്ഞു പോരുകയും പിന്നീട് അത് ലോപിച്ച് തിരുവങ്ങാടാവുകയും ചെയ്തു എന്നാണ് സ്ഥലനാമത്തിന് പിന്നിലുള്ള ഒരു കഥ. ശ്വേതൻ ഭജിച്ചിരുന്നതിനാൽ ഈ സ്ഥലം ശ്വേതാരണ്യപുരം എന്നും അറിയപ്പെടുന്നു. ശ്വേതം എന്ന വാക്കിന് വെളുപ്പ് എന്ന അർത്ഥമുണ്ട്. അതിനാൽ തിരുവങ്ങാട് എന്ന പേര് സ്ഥലത്തിന് വരികയും പിന്നീട് അത് ലോപിച്ചാണ് തിരുവങ്ങാടായതെന്നാണ് മറ്റൊരു കഥയുമുണ്ട്. ശ്വേതന്റെ തപസ്സിൽ സംപ്രീതനായ പരമശിവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിവിശിഷ്ടമായ ഒരു വിഷ്ണു വിഗ്രഹം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ വിഗ്രഹം പിന്നീട് ശിവക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് പ്രത്യേക ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു. ശ്വേതൻ തികഞ്ഞ രാമഭക്തനായിരുന്നതിനാൽ രാമസങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചത്. മകരമാസത്തിൽ തിരുവോണം നക്ഷത്രവും അമാവാസിയും കൂടിയ ദിവസമായിരുന്നു പ്രതിഷ്ഠ. ശാപമോക്ഷം കിട്ടിയ ശ്വേതൻ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാവുകയും തുടർന്ന് മഹാമുനിയായി അറിയപ്പെടുകയും ചെയ്തു. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പട്ടണത്തിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണെങ്കിലും ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയാണ് ആരാധിച്ചു വരുന്നത്. ഗരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസ സഹോദരന്മാരുടെയും അവരുടെ 10,000 വരുന്ന പടിയെയും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവമടങ്ങിയ ശ്രീരാമനായാണ് പ്രതിഷ്ഠാസങ്കല്പം. ചക്രവർത്തി സ്വരൂപമാർന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമിയെ ഭക്തർ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന് വിളിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ഹനുമാൻ, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവയും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ 2 ശിവക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരത്തുണ്ട്. പിച്ചള താഴികക്കുടങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിച്ചള അമ്പലം എന്നും ക്ഷേത്രം അറിയപ്പെടുന്നു. തൃപ്രയാർ, തിരുവില്ലാമല, കടവല്ലൂർ എന്നിവയ്ക്കൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. മേടമാസത്തിൽ വിഷുവിന് കൊടിയേറി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത്. കൂടാതെ രാമായണ മാസാചരണം, ശ്രീരാമനവമി എന്നിവയും വിശേഷമാണ്.